നമസ്കാരം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇന്ന് ശിവരാത്രിയാണ്. ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നല്ല സമയം തെളിഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങളും ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സകല കഷ്ടപ്പാടുകളും മാറി ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതകാലങ്ങളൊക്കെ ഈ ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ മാറിക്കിട്ടി വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ വളരെയേറെ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വര മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓം നമ ശിവായ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന മേഖലകളിൽ നല്ല വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുന്ന സകലവിധമായ തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ഓം എന്ന മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇത് തന്നെയാലും ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് വളരെയേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളോടി ഒരുമിച്ച് വന്നു ചേരുമ്പോൾ നിങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിത ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ഈ പൂജ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. എന്ത് തന്നെയും ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ നല്ല കാലം തെളിഞ്ഞ് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഇവർ ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള സമ്പത്ത് ആർജിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിന് മേൽ നിങ്ങൾക്കൊരു സംരക്ഷണ വലയം സർവേഷൻ ഒരുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു രീതിയിലും മാനസികമായിട്ട് നിങ്ങൾ തകരുന്ന ഒരു ചിന്തയിലും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക. അത് നിങ്ങളുടെ ദൈവം നിങ്ങളെ അതിൽ നിന്നെല്ലാം കൈപിടിച്ച് ഉയർത്തുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തിയുടെയൊക്കെ പുണ്യം നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ ലഭിക്കുന്നതൊക്കെ ആയിരിക്കും. ഏത് തന്നെയും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് അശ്വതി നക്ഷത്ര ജാതകരിൽ ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനും വലിയ മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും മാറ്റി വെച്ചേക്കുക. നിങ്ങൾ ഈശ്വരനെ അർപ്പിക്കുക. ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ദിനവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് എൻ്റെ ഈശ്വരനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുക. അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദിനവും പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുക. ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും കൂടിക്കൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും. ഇനിയുള്ള സമയം നല്ല തെളിഞ്ഞ സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും സകലതും മാറി തെളിഞ്ഞ കാർമേഘം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറി നല്ല രീതിയിലുള്ള സന്തോഷവും നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ്. ഈശ്വരൻ്റെ പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇനി ഇങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. വസ്തുവോ വീടോ അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഇല്ലാതെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ സൗകര്യങ്ങളൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. നിങ്ങളുടെ ശുദ്ധമായ മനസ്സിനുള്ള ആ ഒരു
പ്രതിഫലം ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ എന്ന് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സർവേശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങൾ. ശിവൻ്റെ മുമ്പിൽ ഭരണി നക്ഷത്രക്കാർ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും സർവേശ്വരൻ തട്ടിക്കളയുകയില്ല. അത് നിങ്ങൾക്ക് നേടിത്തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സമയം സർക്കാർ സർവീസുകളിൽ നിയമനം കിട്ടുവാൻ ഒരവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി കിട്ടുന്നതായിരിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയങ്ങളാണ്. അതുപോലെ തന്നെ മക്കൾക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നതും അഭിമാനിക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയും മാറ്റങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഭരണി നക്ഷത്ര ജാതകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ കിട്ടുന്ന സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു. ഇനി അങ്ങോട്ട് എല്ലാ ദുരിതകാലങ്ങളും അവസാനിച്ച് സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വസ്തു വിൽക്കുവാൻ നിൽക്കുന്നവർക്ക് ആ വസ്തു പെട്ടെന്ന് വിറ്റ് പോകാൻ കഴിയുന്നതായിരിക്കും. ധാരാളം അളവിൽ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. മകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. സർക്കാർ സർവീസുകളിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. അതായത് നിങ്ങളെ സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രമോഷനൊക്കെ കിട്ടുന്ന സമയമാണ്. എന്തു തന്നെയായാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് വളരെയധികം സന്തോഷ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടു കൂടിയും പൂർണ്ണതും ഈശ്വരനെ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സകല ദുരിതങ്ങളും അവസാനിച്ചു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഒത്തിരി മാറ്റവും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നൊരു കാലഘട്ടമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ വലിയ മാറ്റവും നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിഷ്പ്രയാസം ഈശ്വരൻ നടത്തി തരുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് എല്ലാവിധമായ ഉയർച്ചയും ഉന്നതികളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ തെളിഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് മഹാദേവനെ ആരാധിക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടവും ഒത്തിരി ഉയർച്ചയും കൊണ്ടുവരുവാൻ കാരണമായി തീരുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്കാർക്കും ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറി സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിതത്തിൽ വന്നു ചേർന്ന് ധനാഭിവൃദ്ധിയായിട്ട് ഒരു കോടീശ്വരനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ദോഷകാലഘട്ടങ്ങളൊക്കെ അകന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ജീവിത ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് തെളിയുവാൻ പോകുന്നത്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങളെ തേടി വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്കാണ് അനിഴം നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. ലോട്ടറി ഭാഗ്യങ്ങളും അതുപോലെ തന്നെ വിദേശ മേഖലകളിലേക്ക് ചേക്കേറുവാനും നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുവാനും കഴിയുന്നൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു നിങ്ങൾ ഇതുവരെയും ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങളെല്ലാം തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. പൂർണ്ണതും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മഹാദേവ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ചെയ്യുക. ഉറപ്പായും പൂർണ്ണമായും മഹാദേവനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് വരുന്ന സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യങ്ങളിലേക്കും ജീവിതം എത്തിച്ചേരുവാനും കഴിയുന്ന ഒരു സമയമാണ്. ഇതിലും മികച്ചൊരു സമയം നിങ്ങൾക്കിനി ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വര കോപം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു പ്രവൃത്തിയിലും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക. അതിന് എത്ര
എത്ര സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളായിക്കൊള്ളട്ടെ, അത് ഈശ്വരനെ മുൻനിർത്തി അത് നിങ്ങൾക്ക് ദോഷമാണെങ്കിൽ, ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് മാറ്റി നിർത്തുക. ഈശ്വരന് പ്രാധാന്യം കൊടുക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ബിസിനസ് സംരംഭങ്ങളിലെ തടസ്സങ്ങൾ പൂർണ്ണമായും അകന്നു കിട്ടുന്ന സമയമാണ്. കടബാധ്യത മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വേദനകൾ കൈകൊണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ പോലും ആരോടും പറയാതെ വെക്കുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള വിഷമഘട്ടത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കൊരു പരിഹാരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടോ നിങ്ങളിതൊക്കെ തുറന്ന് സംസാരിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈശ്വരൻ്റെ മുമ്പിൽ പോയി അർപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്നത് ഒരു മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. മഹാദേവന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അതിനുള്ള പരിഹാരങ്ങൾ മഹാദേവൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങുക. കാരണം വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായിട്ടും നിങ്ങൾ ഒരു സമ്പന്നതയുടെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തികളോടുകൂടിയും നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈശ്വര ചൈതന്യങ്ങൾ ദീർഘകാലം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. ഒത്തിരി സാമ്പത്തികപരവും ധനപരവുമായിട്ടുള്ള ഉയർച്ചകളും ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ ഈ വരുന്ന ശിവരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം തെളിയുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ദീർഘനാളായിട്ട് അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങൾ എത്തിച്ചേരും.